എത്തിട്ട് നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടുന്ന് പെട്ടെന്ന് വരണമെന്നാണ് ടീച്ചർ പറഞ്ഞത്. നമ്മളിപ്പോ ഇവിടെ 1:30 വരാൻ പറഞ്ഞു. മണി എത്രയായി? 1:30 ഇവിടെ എത്തിയുള്ളൂ. ഇവിടുന്ന് എവിടെ പോകും പറ? ഫുൾ ഡീറ്റെയിൽസ്. നമ്മൾ ചെങ്കില് പ്രോഗ്രാമിൽ പെട്ടെന്ന് വിളി വരുന്നുണ്ട്. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ആദ്യം ചേർന്നത്. ഈ നമ്മൾ ഇവിടം വരെ വന്ന കാഴ്ച കുറച്ച് ഡിസ്കംപ്ലികളുണ്ട്. നിങ്ങൾ പോയി കണ്ടിട്ട് വരണം. ഇതോടായി ഫുഡ് വരണില്ലേ? അതെന്താ വരാത്ത? സെക്കൻഡറി എവിടെ പോണേ? ചെങ്കൽ. ഇവിടെ പോണേ? അവിടെയും ചെങ്കിൽ. ഇവിടെ എവിടെ പോണേ? ചെങ്കിൽ. നീ വേറെ എവിടെയെങ്കിലും ആണോ? ഡാൻസ് കളിക്കണ്ടേ? കളി മെയിനായിട്ട് എന്താ പറയാ? ഇതെല്ലാരും സൂക്ഷിച്ചോണോ? ഇത് ഈ കുട്ടിയെ ശിവലിംഗം, ശിവന്റെ പ്രതിമ, ഇതെല്ലാം കാണുമ്പം തൊട്ടപ്പുറത്തൊരു നഴ്സ് ഇരിപ്പുണ്ട്. മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതിന്റെ മുന്നിൽ ഒരു ഡോക്ടർ ഇരിപ്പുണ്ട്. ആ ഡോക്ടർ ഒന്നും ചെയ്യുന്നില്ല. അതിന് തൊട്ടപ്പുറത്തൊരു എഞ്ചിനീയർ ഇരിപ്പുണ്ട്. ഇവർ രണ്ടുപേരെ അമ്മയാണിത്. നമ്മുടെ ഡയറക്ടർ ഒരു ഹായ് പറ. നമ്മളെ ഡ്രൈവർ ചേട്ടൻ. നമ്മളെ ബ്ലോഗാണ്. സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ. ഇതില് ബാക്ക് തിരിക്കണ എങ്ങനെയാ? ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ബാക്ക് ക്യാമറ വെക്കണ എങ്ങനെയാ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. നമ്മുടെ വണ്ടി മാത്രല്ല, ഇതിന്റെ ബാക്കിൽ ഒരു വലിയ ബസ് കൂടെ ഉണ്ട്. നമ്മള് 60 ആൾക്കാരാണുള്ളത്. കുട്ടികളും പാരന്റ്സ് എല്ലാവരും കൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ ബസ് ഞങ്ങളുടെ ബാക്കിലാണ്. കാണാൻ പോലില്ല. പിന്നെ വേറൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദ്രജൂടി ഫോൺ മാറ്റി. S23 സാംസങ് S23. പിന്നെ ചെറുക്കാൻ സച്ചുകൊണ്ടിനും ഇറങ്ങി ഫോൺ IQ. പിന്നെ നമ്മൾ നെയ്നും മാഡത്തിനും ഒരു ഫോൺ കിട്ടി. ഒപ്പോ എല്ലാത്തിനും നമുക്ക് പ്രമോഷൻ. നമുക്കൊന്നുമില്ല. ആദ്യം നല്ല പിരിയട്ട്. നമുക്കൊന്നുമില്ല. പറയാൻ വന്നത്, നമ്മൾ ആദ്യത്തെ വ്ളോഗ് എടുത്തപ്പം ഇവര് +2 കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു അല്ലേ? പറ ഇപ്പൊ എവിടെ അപ്ഡേഷൻ കൂടെ? ഇപ്പൊ എവിടാ? കോളേജിലാ? ഏത് കോളേജിൽ? ഞാൻ പറയണോ എന്തോ പഠിക്കണോന്ന്? നാഷണൽ കോളേജിൽ എന്നാ പിടിച്ചോ പ്രൊമോഷൻ. അടുത്ത പ്രൊമോഷൻ ക്രൈസ്റ്റ് കോളേജ്. എവിടാ? വിഴിഞ്ഞം BBA. ഇക്കു എവിടാ? ഇക്കു ഏത് കോളേജ്? ഞാൻ കോളേജിൽ ചേരണം എന്നുള്ള മോഹമായി പോയപ്പോൾ അവര് പറഞ്ഞു 18 വയസ്സ് കഴിയണം. സാരമില്ല. ഹലോ ഗൈസ്, നമ്മുടെ പ്ലാനിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് ആഴിമലയിലാണ്. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ആരാധകർ തീരുമാനിക്കട്ടെ. ഒരു ഫോണുണ്ട്. ആ ഫോൺ അനുശിക്ക് വേണം. എന്റെ കയ്യിൽ ഒരു ഫോണുണ്ട്. ആ ഫോണൊന്നും അനുശിക്ക് വേണം. അനുശിക്ക് വേണം. അതല്ല, ആ ഫോൺ വേണം. ഈ ഫോൺ വേണം. കോളേജിൽ പോകുമ്പോ ഈ ഫോണും കൊണ്ട് പോകണം. പക്ഷെ എന്റെ വാട്സപ്പ് അതിനകത്താക്കത്തില്ല. ഞാൻ പറഞ്ഞ ആ ഫോണിൽ കിട്ടാൻ ഞാൻ ഉപയോഗിച്ചോളാം. എന്റെ വാട്സപ്പ് എന്റെ വാട്സപ്പ് അതിൽ തന്നെ വേണം. പക്ഷെ എനിക്കിത് ഉപയോഗിക്കണം. വാട്സപ്പ് എവിടെ ഇരിക്കണം? വാട്സപ്പ് രണ്ടുപേർക്കും ഓരോ ഫോണില്ലേ? എവിടെയാണ് വാട്സപ്പ് ഇരിക്കുന്നത്? അതിൽ ചാർജ് നിൽക്കത്തില്ല. ശരി, ആഴ്മല എത്തിയിരിക്കണം. അവരെത്തിയില്ലേ രുക്കു? നമ്മളാണ് ബസ്. നമ്മളൊന്ന് വണ്ടി ഏത്? ഏത്? മകം ട്രാവൽസ്. അവര് വരുന്നേ ഉള്ളല്ലേ? ഇതാണ് അവര് വന്ന ബസ്. എവിടെ? ഇവർക്ക് എന്തോ വിഷമം പറയണ്ട. പറ. നമ്മുടെ ബസ്സിൽ പാട്ടില്ല, അത് മനസ്സിലാക്കണം. പറവയിലാണെങ്കിൽ നല്ല പാട്ടുണ്ട്.
1:30 തിരിച്ചെത്തണം. ഓ വന്ന് അപ്പുറത്തായിരുന്നു ഗൈസ്. എവിടെ പോണി? ബസ്സിൽ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഇതെന്തൊരു ബഹളം ആ ബസ്സിനകത്ത് ഇല്ലേ? അതല്ല വൈബ്. ബസ് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊട്ടിച്ചെന്ന് പറഞ്ഞ് എന്നാ മാമിയുടെ മോൻ കണ്ടാ അറിയാം. ഇന്ന് യൂണിഫോം തന്നെ എല്ലാരും. ഇന്നല്ല വിളി എല്ലാത്തിനും വിളിച്ചിറക്ക്. രണ്ടുപേരും ഉള്ളതല്ലേ? അയാൾ ഉടുപ്പ് മാറ്റി. തൊട്ട് അടിക്കും അടി. എവിടെ പോണ്? ആഴിമല്ല എവിടെ? ശിവശി കളിപ്പ് എന്തിന്? കൊച്ചിനെ വെട്ടണം എന്തിന് നീ? ഗൈസ് ഇതാണ് ഗൗരി. ആഫ്റ്റർ എ ലോങ് ടൈം ആണ് ജോയിനിങ് വിത്ത് us. പറ എന്താന്ന്? പറ വിഷമങ്ങൾ തുറന്ന് പറ മാമി. എന്താ കൊറേ കാലമായിട്ട് ഒന്നൂടാ ഞാൻ പറഞ്ഞല്ലോ തിരിച്ചെടുത്തത്. ഈ ശാമ്പ്രാണി കൊടിയിൽ ശാമ്പ്രാണി കത്തിച്ചിട്ട് നമ്മൾ അവിടെ നിൽക്കണം, അപ്പോഴേ അത് താഴാതിരിക്കുള്ളൂ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. തോച്ച് തുന്നമ്പാടിയിരിക്കുന്നു. അത് ഗംഗയുടെ മുടിയാണ്. ഇവിടെ നോക്കിയാൽ ഗംഗയുടെ മുടി അല്ലല്ല, ഗംഗയുടെ മുടിയല്ല, ശിവന്റെ മുടിയാണ്. ഗംഗയുടെ മുടി ഇത്രയും. അതെ അതെ, അത് ശിവന്റെ മുടിയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്ത ആള് വന്നു. ദേവിക മാമി വന്നു. എവിടെ പോയിരുന്നു? ഞാൻ കുറച്ച് ബിസിയായിരുന്നു. 2 വാക്കിൽ ഒതുക്കി. നന്ദി നമസ്കാരം. ഇവിടെ നീ എങ്ങനെ വന്ന്? ഇത് ഈ ഭൂമിയിൽ എങ്ങനെ വന്ന് നീ? അമ്മ എന്തിനാ ഇവിടെ? ചോദ്യം. രുദ്രാക്ഷം 2 എടുക്കട്ടെ, ഇവിടെ ഇട്. ഇതാണ് പുതിയ ഫാഷൻ. നോക്ക്, കണ്ണാടി വയ്ക്കാതിരിക്കും വച്ചത് അല്ലേ? കറക്റ്റ് കണ്ടുപിടിച്ചു. യൂട്യൂബ് ചാനലടേ ഇപ്പൊ നോയിക്കോ. മാമിയുടെ വീഡിയോ മാമി അതിൽ ഇടണില്ല എന്നായിരുന്നു ഗൈസ് കംപ്ലൈന്റ്. ഇന്ന് 5 മിനിറ്റ് മാമി തന്നെ ഫുൾ സാർ. ഓക്കെ, ഇത് മൊത്തം വരൂലേ? അതാണ്ടേ വിജി മാമി താ നിൽക്കുന്നു. നമ്മുടെ കേറിയതൊക്കെ ഇവിടെ. ഓ ശിവനെ കാണാൻ വയ്യ, അത് ശിവൻ വരണം. ഭയങ്കര നല്ല പൊള്ളുന്ന കാലൊക്കെ. ഗൈസ് നോക്കൂ ഗൈസ്, അത് ശിവന്റെ മുടിയാണ് ഗൈസ്. സമ്മതിച്ചു, എന്റെ തെറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞതിന് ചെറിയ ലോജിക് ഉണ്ട്. ഇത് വേറെ അങ്ങനൊന്നും പറയാൻ പറ്റും. എപ്പോഴാ അത് പെട്ടത്? ഒന്നുകൂടെ ഇടറാ. മറ്റത്ത് പോ. അതായത് ഇവിടെ കൊള്ളത്തില്ല, അവിടെ മാത്രം കൊള്ളാം അല്ലേ? അങ്ങനെയല്ല, എല്ലാടെ കൊള്ളാം.
ഒന്നരക്ക് എത്താൻ പറഞ്ഞില്ലേ? ഫോട്ടോ എടുക്കാൻ സ്റ്റില്ല് നില്ല. നമ്മൾ ഒരെണ്ണം പോസ്റ്റ് ചെയ്താൽ ആരും കുഴപ്പമില്ല. ഇന്നലെ നിന്ന് സ്റ്റില്ല് നില്ല 4 പേരും കൂടെ. ഓ അതിൽ തന്നെ എടുക്കണത്, ഇതിലെടുക്കണില്ല. ഫോട്ടോ എടുത്ത് തകർക്കുവാണ്. ഇപ്പൊ അടുത്തൊരു സ്റ്റിൽ ഫോട്ടോ ഇരിക്കുകയാണ് എല്ലാരും കൂടി. എല്ലാരും നല്ലതിനേ ഉള്ളൂ. ഇവിടെ ബീച്ചുണ്ട് ഗായ്സ്. നേരത്തെ ചേച്ചിയും പറഞ്ഞു ഞങ്ങൾ കാണിച്ചും കൊടുത്ത് നമ്മള് ഈ കുരുപ്പിലായിട്ട് എടുത്ത് കളയുന്നതായിരിക്കും. അപ്പൊ ഞാൻ നീന്തി വരുന്നത് നീന്താൻ അറിയത്തില്ല. എനിക്ക് നീന്താനൊക്കെ അറിയാം. പോട്ട് ഇതാണ് ഹിബ ചേച്ചി. ക്ലാസ്സിനും വരത്തില്ല. പ്രാക്ടീസിന് പോലും വരാറില്ല. ഇന്നലെ പ്രാക്ടീസിനുള്ളപ്പോഴും വന്നില്ല. വന്നിട്ട് തിരിച്ചു പോയി ഗൈസ്. ഇങ്ങനെ വാതിലിന്റെ ഇങ്ങനെ ഡ്രാമയാണ്. ഇല്ലടി വന്നത് തിരിച്ചിറങ്ങാൻ. എല്ലാരും ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കണത് അത് വെച്ച് ആളെ തീരണില്ല. തീർന്ന് കയറി അതാടാ. വന്നോ എന്ത് വെച്ച് അപ്പുറത്തെ പോയി ഇഷ്ടപ്പെട്ട് പാണായ. എന്തോ വെച്ച് എവിടെ കെട്ടിയിട്ടില്ല. നടന്നു പോയിട്ട് തിരിഞ്ഞു നോക്കേ. തിരിഞ്ഞു നോക്ക്. Few moments later. രമേശി ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ. നമ്മളെപ്പോഴത്തെ പോലെ താമസിച്ചുണ്ട്. 1:30 എന്ന് പറഞ്ഞ 1:45 ഒരു മാറ്റവും ഇല്ല. മുങ്ങിയാളെ തോന്നിക്കണ്. ദേവിക മാമി ആദ്യമേ മുങ്ങിയത്. എവിടെ മുങ്ങിയത്? ആരി വാ നമ്മള് 10 പേരാണ് ഇടിക്കുക അവരെ. വാ അവന് വെള്ളം കൊടുത്തല്ല, പൈസ കൊടുക്കണ്ട്. ആരി ചേച്ചി നീ അമ്മ വിളിച്ചു. വെള്ളം ഉണ്ടാ? ഞാനത് കൊടുത്തില്ലല്ലോ. ഇവിടെ ചോദിച്ചിട്ട് കൊടുത്തില്ല. ഒന്ന് നമ്മള് ആൾബലം കാരണം വെള്ളം കിട്ടി ഗായ്സ്. ഗായ്സ് 1:45 എത്ര മണിക്ക് വരാൻ പറഞ്ഞു? ഒരു 2 മതാമ നിൽക്കും. പിന്നെ ചേച്ചി പിന്നെ വരാം. അതായിരുന്നു നമ്മൾ ഡാൻസ് ക്ലാസ് യൂണിഫോം ഒക്കെ ഇട്ട് പോകണം. അങ്ങനത്തെ പോണതാണ് ടൂർ മാനേജർ. അവളാണ് എല്ലായിടത്തും 1:30 വരാൻ പറഞ്ഞത്. എവിടെ വെള്ളം കുടിക്കില്ല ഓടുമ്പോ. നമ്മളെ ബസ്സിലേക്ക് പോകുന്നു. ഏതെടുത്താലും 20 രൂപ ഉള്ളെന്ന്. നമ്മളാണ്ട് ഈ വരുന്ന വഴിക്കുള്ള കടയാണ്. ഈ അപ്പൂപ്പന്റെ കടയാണ്. ഞങ്ങളെ വണ്ടി തണ്ട അപ്പുറത്തോടൊപ്പുണ്ട്. നമ്മള് വീഡിയോ കണ്ടിട്ട് കുറെ പേര് വരും അപ്പൂപ്പ ഇത് കടയ്ക്കകത്ത്. വരണമല്ലോ. എത്ര പേര് കാണും? 600 പേര് കണ്ട ഒരു 20 പേരെങ്കിലും വരുമല്ലേ? പിന്നെ സോഡ